എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അതിൻ്റെ നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് ചിക്കൻ കറി. തുടങ്ങാം. ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഞാനിവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിനുള്ള മാവ് കുഴച്ച് വെച്ചു. അതിലേക്ക് തേങ്ങ, പിന്നെ കറി വയ്ക്കാനുള്ള ചിക്കൻ അതും മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇനി ഫ്രൈ ചെയ്യാണ്. ആദ്യം ഫ്രൈ ചെയ്ത് തുടങ്ങാം. എന്താ ചൂടായല്ലേ, ഞാനാണെങ്കിൽ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അതേപോലെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ടി വിയുടെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ പക്ഷേ വോയിസൊക്കെ മ്യൂട്ടാക്കി കേട്ടോ. എന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് വരുമല്ലോ. അതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കി കളഞ്ഞേ. അപ്പം ഒരുവിധം പാകമായതിനൊക്കെ ഞാനങ്ങ് കോരി മാറ്റുകയാണ്. അത്ര തന്നെ പൊരിക്കാൻ ഞാൻ കാണിച്ചില്ല, അത്ര തന്നെ ഉള്ളൂ. ഒരു നേരത്തേക്കല്ലേ, രാത്രി മാത്രമല്ലല്ലോ, നമുക്ക് രാവിലത്തേക്ക് വേറെ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ കളിക്കാൻ പോയിരിക്കണം. അപ്പോൾ അത് വരണതിന് മുന്നേ എനിക്ക് പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങ് ഒരുമിച്ച് അങ്ങിരുന്ന് സിനിമ കാണുകയോ എന്തെങ്കിലും ചെയ്യാമല്ലോ. എനിക്കതാണ് ഏട്ടാ ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കിടക്കുന്ന ഇഷ്ടമില്ല. ചെയ്യാനുള്ള ജോലിയെല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ചുമ്മാ ഇരിക്കണം, അതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ തീരെ ചേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം, പിള്ളേരും ചേട്ടനും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ അങ്ങ് ചെയ്ത് വയ്ക്കാറാണ് പതിവ്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ചിക്കനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തതെല്ലാം അങ്ങ് കോരി മാറ്റുകയാണ്. അപ്പോൾ ഒരാളിവിടെ ചിക്കൻ്റെ മണവും കേട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ചോദിക്കാൻ വേണ്ടി. അത് ഈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു കഷ്ണം വന്ന്, എല്ലാ ദിവസവും നമ്മളിപ്പം ഫ്രൈ ചെയ്താലും ഒരു കഷ്ണം വന്ന് വാവച്ച് എടുത്തുകൊണ്ട് പോവേ. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒരു കഷ്ണം കൊടുത്തിട്ട് അങ്ങ് അയച്ചേ, ബാക്കി പിന്നെ കാപ്പി കഴിക്കുമ്പം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാം കോരി കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ കൂടെ തന്നെയാണ് നമുക്ക് കറി വയ്ക്കാനുള്ള സവാള ചേർത്ത് വഴറ്റുന്നത്. ആ എണ്ണയിൽ കൂടെ സവാള ചേർത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലോണം വഴറ്റിയിട്ട് എടുക്കുവേ. എന്നിട്ട് തൊട്ടടുത്ത അടുപ്പിൽ ഞാനാണെങ്കിൽ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ കറി വയ്ക്കാനുള്ള ചിക്കൻ, അതിനെ അങ്ങ് ചെറിയ തീയിൽ വെച്ച് വെച്ചേക്കാണ്. കാരണം എന്തെന്നറിയാമോ, അതവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ, അല്ലെങ്കിൽ ഇനി ഒത്തിരി ലേറ്റ് ആകൂലേ. കാരണം ഇനി ഇത് കഴിഞ്ഞിട്ട് കാപ്പിയും കഴിച്ച് കുളിച്ചും കൊണ്ട് ഇനി ഉത്സവം നടക്കുന്നല്ലോ. അപ്പം നമുക്ക് കോവിലിന് പോകണം, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പെട്ടെന്നൊന്ന് ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറു തീയിലടുത്ത് അടുപ്പിൽ വച്ചേക്കാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ചിക്കനൊക്കെ വെന്തിട്ട് അപ്പം ഞാൻ അതിനെടുത്ത് അങ്ങ് മാറ്റിയിട്ട് പുട്ടുകുടം എടുത്ത് അങ്ങ് അടുപ്പിൽ വെച്ച് പുട്ടും കൂടെ വെച്ചാൽ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തക്കാളിക്കയും ചേർത്ത് പച്ചമുളകൊക്കെ ചേർത്ത് പിന്നെ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടില്ലേ, എൻ്റെ തക്കാളിക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല കറുത്ത് കിട്ടിയിട്ട് നല്ല എന്താ പറയുക, നല്ല കളറായിരിക്കും കേട്ടോ ഇനി കറി വെച്ച് കിട്ടുമ്പോഴത്തേനും. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലെ കുരുമുളക് പൊടി ഇല്ലായിരുന്നു കേട്ടോ. കുരുമുളക് പൊടി തീർന്നിട്ട് കുറേ ദിവസമായി. കുരുമുളകും ഇല്ല, കുരുമുളക് പൊടിയും ഇല്ല. അപ്പോൾ ഞാൻ കുരുമുളക് ചേർക്കാതെയാണ് കേട്ടോ ഇന്ന് ചിക്കൻ വയ്ക്കുന്നത്. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മൂക്കുന്നവരെ നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഫുള്ള് ഇത് ഞാനിങ്ങനെ അല്ല കേട്ടോ ഇടുന്നത്. ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരച്ച് ചേർക്കും. പകുതി ഇതിങ്ങനെ തന്നെ വെച്ചേക്കും. ഇതിൽ കൂടെ ചിക്കൻ ഇട്ട് നല്ല വഴറ്റിയിട്ട് എടുക്കുവേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഉള്ള പാത്രം കൂടെ അങ്ങ് കഴുകി വയ്ക്കുകയാണ്. കാരണം എല്ലാം
കൂടെ അല്ലെങ്കിൽ കൂടി കിടക്കും. അതുകൊണ്ട് അപ്പോഴെപ്പോഴുള്ള പാത്രം കൂടെ ഞാനങ്ങ് കഴുകി മാറ്റുകയാണ്. എനിക്ക് ആവശ്യം കഴിഞ്ഞ പാത്രത്തിന് ഞാനങ്ങ് കഴുകി മാറ്റും. അങ്ങനെയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി എടുക്കുകയാണ്. കാരണം ഈ ചൂട് ഞാൻ വശട്ടിക്കൊണ്ടിരുന്നത് ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ്. കാരണം ഇനി ഇത് വച്ച് തണുത്തിട്ട് അരയ്ക്കാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചൂടോടുകൂടെ അരച്ചെടുക്കുന്നത്. പെട്ടെന്ന് നല്ല സ്പീഡിൽ നമ്മൾ അരച്ചാലുണ്ടല്ലോ ഇത് തെറിക്കും പുറത്ത്. അതുകൊണ്ട് പതുക്കെ കറക്കി അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുവേ. എന്നിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, വേവിച്ചിട്ട് തന്നെ ചേർക്കണമെന്നില്ല, അല്ലാതെ പച്ചക്കറി ചേർക്കാം. ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. വേവിച്ച് വെച്ച ചിക്കനും ചേർത്ത് ഈ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഈ പകുതി നമ്മൾ അരച്ച് വെച്ചല്ലോ, ഈ അരച്ച് വെച്ച മിക്സും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി കുറച്ച് സമയം മതി. കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടുന്ന സമയം നമുക്ക് മതി. ഒരു 10-15 മിനിറ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെറു തീയിൽ നമുക്ക് അടച്ച് വെച്ചിരിക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആവേ. വെറുതെ പറയുന്നതല്ല കേട്ടോ ഗൈസ്, നല്ല ടേസ്റ്റായിരുന്നു. കാരണം സാധാരണ ഞാൻ ചിക്കൻ കറി വയ്ക്കുന്നതിനേക്കാളും ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഞാനിങ്ങനെ വയ്ക്കാൻ കാരണം നമ്മൾ പുട്ടിന് കുറച്ച് ഗ്രാവി വേണമല്ലോ, അപ്പം ഇത്തിരി തിക്കായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അരച്ച് പേസ്റ്റാക്കി ചേർത്തത്. പക്ഷെ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ ഞാൻ വയ്ക്കുന്നതിനേക്കാളും ഇന്ന് വെച്ച ചിക്കനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിന് കിട്ടി കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ അല്ല വയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ച് എന്ന രീതിയിൽ കുറച്ച് ഉപ്പുപൊടിയും കൂടെ വെതറി ഞാനങ്ങ് ഈ ചെറു തീയിൽ തന്നെ അങ്ങ് ഒരു അടുപ്പ് വെച്ചങ്ങ് അടച്ച് വെച്ചേട്ടാം. ഈ സമയം കൊണ്ട് നമ്മുടെ പുട്ട് റെഡിയായി കേട്ടോ. ഫസ്റ്റ് കുറ്റി പുട്ടാണ്, അത് റെഡിയായി. ഞാനാണെങ്കിൽ എല്ലാം കൂടെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ അടപ്പുണ്ടല്ലോ, പുട്ടുകുറ്റിയുടെ മുകളിലത്തെ അടപ്പെടുക്കാൻ മറന്നു പോയി കേട്ടോ. അല്ലാതെ തന്നെ അങ്ങ് കുറ്റി അങ്ങ് തള്ളി കേട്ടോ. പിന്നെ ആ ചൂടോടെ തിളച്ചുകൊണ്ടിരുന്ന അടപ്പ് പിന്നെ കൈട്ടെടുത്ത് കേട്ടോ. കൈ പൊള്ളാഞ്ഞത് എൻ്റെ ഭാഗ്യമായിരുന്നു. പിന്നെ ബാക്കി അടുത്ത കുറ്റിയിൽ ഞാൻ വാരി പെട്ടെന്ന് അങ്ങ് മാവൊക്കെ എടുത്തങ്ങ് വെച്ചേട്ടാ അടുത്ത കുറ്റി പുട്ടിനകത്ത്. നമ്മുടെ ചിക്കൻ ചെറുതീയിൽ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് റെഡി ആയിട്ട് നല്ല തിക്കായിട്ട് നല്ല കുറുകിയ ചിക്കൻ കറി നമുക്ക് കിട്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ നല്ല തിക്ക് ഇതായിട്ട് കറിയും എല്ലാം ഉള്ള നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു, കാണാനും നല്ല രസമുണ്ടായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ലാസ്റ്റിലത്തെ കുറ്റിപ്പുട്ടാണ് കേട്ടോ. ഇനി ഈ ഒരു കുറ്റിപ്പുട്ടും കൂടെ ഉണ്ട് ലാസ്റ്റിലത്തെ, അതും കൂടെ എല്ലാ മാവും ഇതിൽ തന്നെ വാരിങ്ങ് വെച്ച് ഈ കുറ്റിപ്പുട്ടും അടുപ്പത്ത് വെച്ചേട്ടാ. പക്ഷെ നമ്മൾ ഈ സമയം നമ്മൾ ചിക്കൻ കറി റെഡിയായി, ആ പുട്ടും റെഡിയായി. ഇനി കഴിച്ചാൽ മാത്രം മതിയേ. പുട്ടായിക്കൊണ്ട് ദേവൂട്ടൻ കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദോശ ദേവൂട്ടന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്, ഈ ചിക്കൻ കറിയും വെച്ച് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചേ ദേവൂട്ടന്. പുട്ട് കഴിച്ചില്ലെങ്കിലോ നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. പുട്ടിന് തിരികെ തേങ്ങയുടെ ബാക്കിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഒരു തേങ്ങ ഫുള്ളങ്ങ് തിരികെ, അപ്പോൾ തിരിയുമ്പോഴത്തേനും ഞാൻ അങ്ങനെയാണ് ഒരു തേങ്ങ 2 തേങ്ങ ഒരുമിച്ച് അങ്ങ് തിരികെ വയ്ക്കും. കാരണം പിറ്റേ ദിവസം ആയാലും നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാമല്ലോ. അങ്ങനെ ആ ബാക്കി വന്ന തേങ്ങ ഞാനൊരു ബോക്സിലോട്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി. ദേവൂട്ടൻ്റെ ദോശ റെഡിയായി കേട്ടോ. ഞാൻ ആ ദോശയെടുത്ത് ഒരു കുഞ്ഞ് പീസ് ചിക്കനും കുറച്ച് കറിയും കൂടെ എടുത്ത് ദേവൂട്ടന് കൊടുക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാക്കണ്ട. ഇന്നത്തേക്ക് ദേവൂട്ടന് ദോശയും ചിക്കൻ കറിയും, നമ്മുടെ ചിക്കൻ കറിയും പുട്ടും ചിക്കൻ ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കഴിച്ചാൽ മാത്രം മതിയേ. അപ്പം ദേവൂട്ടന് കൊടുത്ത വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഞാനിനി വച്ചിട്ട് കഴിച്ചില്ല എന്ന് വേണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് നിന്നും കൊണ്ട് തന്നെ കുറച്ച് പുട്ടും ചിക്കൻ കറിയും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കണം. സൂപ്പർ ടേസ്റ്റ് പറയാൻ വയ്യ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ പ്ലീസ്.